ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച്. ഇതിൽ സസ്പെൻഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞാണ് അതിന്റെ ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത്. അതായത് ഒരു ചാനൽ സസ്പെൻഡ് ആയപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അത് സസ്പെൻഡ് ആയെന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നതാണ് സസ്പെൻഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ. ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേരുടെ ചാനലുകൾ ഈ രീതിയിൽ സസ്പെൻഡ് ആയി പോകുന്നുണ്ട്, മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് ഒരു ചാനലൊക്കെ നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട്, നല്ല സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, നിങ്ങൾ സെറ്റ് ആയിട്ട് പോവുകയാണ്, ആ ചാനലിൽ ഒരു വയലേഷനും നിങ്ങൾ ചെയ്യുന്നില്ല, യൂട്യൂബിന്റെ എല്ലാ പോളിസീസും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ചാനൽ ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും അതിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം, ഏത് സമയത്തും ചാനൽ ടെർമിനേറ്റ് ആവും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. മുമ്പ് യൂട്യൂബിന്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു, സർക്കംവെൻഷൻ പോളിസി. ഈ ഒരു പോളിസി വെച്ച് യൂട്യൂബ് മുമ്പ് കുറെ അധികം പേരുടെ യൂട്യൂബ് ചാനലുകൾ ടെർമിനേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് യൂട്യൂബ് ഈ പോളിസി ഒന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്, സസ്പെൻഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ. അപ്പൊ ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു 11 വർഷത്തോളമായി, 12 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറേ അധികം ചാനലുകൾ ക്രിയേറ്റ് ചെയ്തത്. അന്ന് യൂട്യൂബിന്റെ പോളിസി വയലേഷനോ പ്രശ്നങ്ങളോ ഒന്നും ഒരു ഇഷ്യൂ അല്ലായിരുന്നു. കാരണം യൂട്യൂബിൽ ആ സമയത്ത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒന്നുമില്ല. യൂട്യൂബിന്റെയും ഒരു സ്റ്റാർട്ടിംഗ് ടൈം എന്നൊക്കെ നമുക്ക് പറയാം, ഒരു 10-11 വർഷം മുമ്പ്. അപ്പൊ ആ സമയത്ത് പല ചാനലുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു. അപ്പം പോളിസി ഒന്നും അന്ന് വലിയ പ്രശ്നമല്ലാത്തത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കണ്ടന്റുകളും ഈ ചാനലുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞിടെ ഈ സർക്കംവെൻഷൻ പോളിസി വന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ പഴയ ചാനലുകളെ കുറിച്ച് ആലോചിച്ചതും ഓർത്തതും. അപ്പൊ ഞാൻ എന്തെടുത്തു, ഈ പഴയ ചാനലുകളൊക്കെ തപ്പിപ്പിടിച്ച് ഇതിൽ കുറച്ച് ചാനലുകളൊക്കെ ഡിലീറ്റ് ചെയ്തു. ചില ചാനലുകളിലെ വീഡിയോകൾ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിൽ എനിക്ക് കിട്ടാറ്, അതായത് ആ സമയത്ത് യൂസ് ചെയ്ത ഇമെയിൽ ID ഒന്നും എനിക്ക് അറിയാത്ത കുറെ ചാനലുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ എവിടുന്നൊക്കെയോ ഞാൻ ആ ഇമെയിൽ ഐഡികളൊക്കെ തപ്പിയെടുത്ത് റിക്കവർ ചെയ്ത് ആ ചാനലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അന്ന് ഞാൻ ആ ചാനലുകളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊന്നും യൂട്യൂബിന്റെ പോളിസി വയലേറ്റ് ചെയ്യുന്ന വീഡിയോകളായിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ ആ വീഡിയോകളൊക്കെ യൂട്യൂബ് പോളിസി വയലേറ്റ് ചെയ്യുന്നതാണ്. കാരണം യൂട്യൂബ് പോളിസിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ചില വീഡിയോകൾ, ചില കണ്ടന്റുകൾ മുമ്പ് നമുക്ക് സേഫ് ആയിരുന്നത് ഇപ്പോൾ സേഫ് അല്ല യൂട്യൂബ്. ഇത് ഞാൻ പറയുന്നത് യൂട്യൂബിന്റെ പോളിസി മാത്രമല്ല, മെറ്റയ്ക്കും ഇതേ പോളിസി തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വയലേഷൻ ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസി വയലേഷൻ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായി, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ആവും, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് സസ്പെൻഡ് ആവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പോളിസീസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കി ഇതിനെ ഫോളോ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പൊ യൂട്യൂബിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. കാരണം യൂട്യൂബിൽ തുടക്ക സമയങ്ങളിലൊക്കെ ഒരുപാട് ചാനലുകൾ പലത് ഉണ്ടാക്കി പരീക്ഷിച്ചിട്ട് ആയിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ചാനലുകളൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. ആ ഇമെയിൽ ID നമ്മൾ മറക്കും, അതിന്റെ മൊബൈൽ നമ്പരും മറക്കും, എല്ലാം മറന്നു. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകത്തില്ല. ഏത് ചാനലാണോ ക്ലിക്ക് ആയത് നമ്മൾ ആ ചാനലായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചാനലുകളൊക്കെ അവിടെ കിടക്കുകയാണ്, അതിൽ എന്താണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പോലും നമുക്ക് ഓർമ്മ കാണത്തില്ല. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഴയ ചാനലുകളൊക്കെ തപ്പിപ്പിടിക്കുക, ഇമെയിൽ ID ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് ആ ചാനലുകൾ കയറി അതിൽ എന്തെങ്കിലും വയലേഷൻ ഉള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ഒഴിവാക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആ ചാനൽ കാരണം, നിങ്ങൾ ഉപയോഗിക്കാത്ത ചാനൽ കാരണം, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ചാനൽ കാരണം നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചാനൽ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം നമ്മളുടെ സെയിം മൊബൈൽ നമ്പർ, സെയിം ഇമെയിൽ ID, സെയിം ആയിട്ടുള്ള മൊബൈൽ ഫോൺ, IP അഡ്രസ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് വരുമ്പോഴാണ് യൂട്യൂബ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഗൂഗിളിന് ഈ ഒരു കാര്യം ഡിറ്റക്ട് ചെയ്യാനും, ഒരാളുടെ കയ്യിലാണ് ഈ ചാനലുകളെല്ലാം, ഇപ്പോൾ 5-10 ചാനൽ ഉണ്ടെങ്കിൽ 10 ചാനൽ ഒരാളുടെ ആണെന്ന് യൂട്യൂബിന് ഐഡന്റിഫൈ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഈ പരിപാടി മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ പണി തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഓൾഡ് ചാനലുകളൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി അല്ലെങ്കിൽ സസ്പെൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ല, ഈ ചാനലുകളെല്ലാം പോട്ടെ, പുതിയൊരു ചാനൽ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയ ചാനൽ തുടങ്ങിയാൽ അതും ടെർമിനേറ്റ് ആവും, അതും ഈ രീതിയിൽ സസ്പെൻഡ് ആവും, അല്ലെ ഡിമോണിറ്റൈസ് ആവും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പ്രശ്നം ഒരു പ്രാവശ്യം ഒരു ചാനലിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് ചാനൽ, ഇപ്പം നിങ്ങൾക്കൊരു 5 ചാനലുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ചാനൽ സസ്പെൻഡ് ആയി, അതിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ബാക്കി 4 ചാനലുകൾ കൂടി മൊത്തം 5 ചാനൽ നിങ്ങൾക്ക് ടെർമിനേറ്റ് ആയി എന്ന് വിചാരിക്കുക, അല്ലെ സസ്പെൻഡ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ആകണമെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 4 ചാനലുകൾ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചാനൽ, ഏത് ചാനലിലാണ് ഈ പ്രശ്നം ഉണ്ടായത് ആ ചാനലിലെ ഇഷ്യൂ സോൾവ് ആയെങ്കിൽ മാത്രമേ ബാക്കി 4 ചാനലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ്. ചിലപ്പോൾ നമുക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ബാക്കി ചാനലുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സാധിക്കത്തില്ല. അപ്പം ഈ പ്രശ്നം മനസ്സിലായിക്കൊണ്ട് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക, വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.